ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബീറ്ററിൻ്റെ സ്പീഡ് ലോയിൽ നിന്ന് ഹൈയിലേക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരണം കേട്ടോ. അതുപോലെ കൂടുതൽ നേരം ബീറ്റ് ചെയ്യാനും പാടില്ല. ക്രീം ഏകദേശം സ്റ്റിഫായെന്ന് കാണുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പാച്ചില കൊണ്ട് കുറച്ച് ക്രീം എടുത്തിട്ട് ഇങ്ങനെ കുട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അത് പോണില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ പോരാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കേക്കിനെ 3 ലെയറായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കേക്ക് ഭയങ്കര സോഫ്റ്റും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കേക്കിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ വിണ്ടിരിക്കണ പോലെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പീസായിട്ടാണ് കിട്ടിയത്. ഫസ്റ്റത്തെ ലെയറിന് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായുള്ളൂ. ബാക്കി 2 ലെയറും നല്ല രീതിയിലുണ്ട് കിട്ടിയത്. ലെയറിങ് ചെയ്യാട്ടോ. അപ്പോൾ ടൈം ടേബിൾ എടുത്തങ്ങാണ്ട് ഞാനൊരു ടവൽ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ബോർഡ് വെക്കണത്. കാരണം വേറൊന്നുമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് ജസ്റ്റ് അതുകൊണ്ട് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെയറിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു, അതാണ് ഈ കാണിച്ചേക്കണത്. എന്നിട്ട് നമ്മൾ ലെയറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതായത് മിഡിൽ ലെയർ നമ്മൾ ഫസ്റ്റിൽ വെക്കണം. അതുപോലെ ഏറ്റവും ടോപ്പിലത്തെ ലെയർ നമ്മൾ മിഡിലിൽ വെക്കണം. ഏറ്റവും താഴത്തെ ലെയർ ടോപ്പിൽ വെക്കണം. ഇങ്ങനെയാണ് ലെയറിങ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതാണ് കേക്കിൻ്റെ ക്രസ്റ്റിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു പ്ലേറ്റിൻ്റെ സ്റ്റിക്കർ കൊടുത്തേക്കുന്നത്. ഇതാണ് കേക്കിൻ്റെ ക്രസ്റ്റെങ്കിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ലെയറിങ് ചെയ്യുമ്പോൾ. അതായത് ഏറ്റവും ടോപ്പിലത്തെയും മിഡിലത്തെയും ലെയർ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഒരു പ്ലേറ്റ് വെച്ചേക്കണത് പോലെയാണ് മിഡിൽ ലെയർ വെക്കേണ്ടതും. അതുപോലെ ഏറ്റവും ടോപ്പിലത്തെ ലെയർ വെക്കേണ്ടത് നമ്മൾ ഒരു പ്ലേറ്റ് കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കണം അങ്ങനെയാണ് ലെയർ വെക്കേണ്ടത്. സത്യത്തിൽ നമ്മുടെ ഈ കേക്ക് ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഫസ്റ്റത്തെ ലെയർ ഇങ്ങനെ പീസായതുകൊണ്ട് ഞാൻ ഇതന്നെ ഫസ്റ്റ് തന്നെ വെച്ചെങ്ങാണ്ട് ചെയ്തു കൂട്ടാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ആയോന്ന് ഞാൻ എന്നിട്ട് തൊട്ട് നോക്കാൻ കേട്ടോ. ആവാത്തടത്തൊക്കെ ഇങ്ങനെ നനവ് എത്താത്ത ഭാഗത്തൊക്കെ ഒന്നും കൂടിയും ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി നമ്മളെല്ലായിടത്തും കൂടിയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാലൻസ് വന്ന വിപ്പിംഗ് ക്രീം, അതായത് ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കണം വിപ്പിംഗ് ക്രീം ഇതുപോലെ സൈഡുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. സൈഡിലേക്ക് ആക്കി നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ.
തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ലെയർ വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ്, പിന്നെ അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ആഡ് ചെയ്യുക. തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ സൈഡ് ഭാഗത്തും നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ടോപ്പ് ഭാഗമാണ് ഇതുപോലെ ക്രീം തേച്ച് ലെവലാക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണ ക്രീം നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ കേക്ക് ബോർഡൊക്കെ ഒന്നും കൂടി ടവൽ കൊണ്ട് വൃത്തിയാക്കേണ്ട സൈഡ് ഭാഗം. അപ്പോൾ ഇത് 1/2 മണിക്കൂറാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണത് കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ടോപ്പ് ഭാഗം ക്രീം തേച്ച് നന്നായിട്ട് ലെവലാക്കുക. എന്നിട്ട് സൈഡിലേക്ക് നിൽക്കണ ക്രീം അത് സൈഡിലേക്ക് തന്നെ നമ്മൾ ലെവലാക്കി കൊടുക്കുക. സൈഡ് ഭാഗത്തൊക്കെ ക്രീം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടിയും ക്രീം തേച്ച് കൊടുത്ത് ലെവലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും അതുപോലെ കുറച്ച് ഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ടോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാത്രമല്ല നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.